കാണിച്ചിരിക്കുന്നത്. ഇതാണ് ആ ഒരു സംവിധാനം. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. അതിനുമുമ്പ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഈ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യമായി ഒരു മെഷറിംഗ് ടാപ്പിന്റെ ബോഡി നടുകെ മുറിച്ചതിന് ശേഷം ഒരു റൗണ്ട് പീസിന്റെ 2 വശങ്ങളിലായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിന്റെ ഫ്രെയിം ഉണ്ടാക്കുന്നതിന് വേണ്ടി ACP ഷീറ്റ് ഇതുപോലെ 2 സ്ക്വയറായി മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത ഒരു ACP ഷീറ്റിന്റെ 2 ഭാഗത്തായി ഇതുപോലെ പ്ലൈവുഡ് ഒട്ടിച്ചെടുത്തതിന് ശേഷം അതേ ACP ഷീറ്റിന്റെ നടുഭാഗത്തായി നമുക്കൊരു സ്ക്രൂ കൂടി ഫിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത കപ്പി ഫ്രീ ആയി കറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രൂ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കപ്പിയെ തിരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇതുപോലെ പഴയ ഒരു സ്റ്റവിന്റെ നോബ് നമ്മൾ ഇതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സംവിധാനം പൂർണ്ണമായും ഉണ്ടാക്കിയെടുത്തത് ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ്. അതിനുശേഷം നമ്മൾ രണ്ടാമതായി മുറിച്ചെടുത്ത ACP ഷീറ്റിന്റെ നടുഭാഗത്തായി ഇതുപോലെ റൗണ്ടിൽ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഇവിടെ ഫിക്സ് ചെയ്തെടുക്കാം. മുകൾ ഭാഗത്തിന് കണക്കായി ACP ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലൊരു ഫിഷിംഗ് റോഡിന്റെ ഗൈഡ് ഇതുപോലെ ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നീറ്റായി കാണുന്നതിന് വേണ്ടി ഇതുപോലത്തെ ഒരു മൂടിയും കൂടെ നമ്മൾ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു സംവിധാനത്തിന് ആവശ്യമായ മറ്റൊരു ഭാഗം ACP ഷീറ്റും പ്ലൈവുഡ് ഉപയോഗിച്ച് ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വുഡൻ പീസിൽ ചെയ്തെടുത്ത ഈ ഒരു അറ്റാച്ച്മെന്റ് കൂടി നമുക്ക് ഇതിൽ ആവശ്യമുണ്ട്. നമ്മുടെ സംവിധാനത്തിന്റെ ഏകദേശം പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റോപ്പ് കൂടി ഇതിൽ ചുറ്റിയെടുക്കണം.
സംവിധാനത്തിന്റെ പണി ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. സബ്സ്ക്രൈബ്